നമ്മളെങ്ങോട്ടാണ് വിജയ് പോകുന്നത്? മൂന്നാറിലേക്ക്. എങ്ങോട്ടാണ്? പറക്കാട്ടിലോട്ടാണ് ഗൈസ് നമ്മൾ പോണത്. ഗൈസ് ഞാൻ ഇവിടെ മൂന്നാറിൽ ഇതാണ് ഒരു പ്ലോട്ട് എടുത്ത് ഇതാണ് സെറ്റ് ചെയ്യാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട്. അത് പിന്നെ അടുത്ത് പറയാൻ സീക്രട്ട് ആയിട്ട് വച്ചൊക്കെയായിരുന്നു. ഇറങ്ങി പോടാ റൂമിൽ നിന്ന് വെളിയില്. പ്രൈവറ്റ് പൂൾ. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല. പൊട്ടി താഴെ എല്ലാം പോകണമെങ്കിൽ പെട്ടിയില്ല, മര്യാദയ്ക്ക് ഇവിടെ എല്ലാം ഇറങ്ങി ആ വഴി അങ്ങ് പോകണം കേട്ടല്ലോ. ഇനി തിരിച്ചു വരികയല്ലേ ഈ സാധനത്തിന്, അവിടെ അതിലേ അങ്ങ് പോട്ടെ. സച്ചിൻ എന്താ ഞാൻ പറഞ്ഞ 16 Pro വെള്ളത്തിൽ മുക്കണം. വെള്ളത്തിൽ മുക്കിയിട്ട് ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഒരുപാട് നാളായി. ലാസ്റ്റ് മലേഷ്യ ട്രിപ്പ് പോയി, പക്ഷെ ഇവിടെയുള്ള നമ്മളെ പയ്യന്മാരായിട്ടൊന്നും ട്രിപ്പ് പോയിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമ്മൾ മൂന്നാർ ട്രിപ്പ് പോവാണ്. നാളെ രാവിലെ പറക്കാട്ട് റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. ഒരു 3 ദിവസത്തെ. ആരോമലൊന്നും ഇതുവരെ നമ്മൾ ട്രിപ്പ് കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകാത്തതെന്ന് വെച്ചാൽ അവന്മാർക്ക് എക്സാമും പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ആ സമയം നമ്മളിൽ ഒരു കാർ ഉണ്ടായിരുന്നുള്ള കാർ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൊണ്ടുപോകാത്തത്. പിന്നെ ബിജോയ് നമ്മളോട് ഒരിക്കൽ ഒരു മൂന്നാർ ട്രിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 കസിൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അവരെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ 0 ആയിരുന്നപ്പോഴും ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർ മാത്രമല്ല, പിന്നെ എൻ്റെ കസിൻസിനാണ് പണ്ട് തൊട്ടേ അവരെ വീട്ടിലൊക്കെയാണ് ഞാൻ നിന്ന് വളർന്നത്. അപ്പോൾ അവരും ഞാൻ ലാസ്റ്റ് അവരുടെ ട്രിപ്പ് പോയത് 2017 എൻ്റെ കിഡ് കാർ എടുത്ത സമയത്താണ്. അപ്പൊ അതൊരു നല്ല രസമായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരോടൊക്കെ പോകുമ്പോൾ നല്ല അറിയാലോ, നമ്മള് ഫുൾ സെറ്റാണ്. അപ്പോൾ അവര് ഇടയ്ക്ക് ഇപ്പൊ പറയാറുണ്ടായിരുന്നു അളിയ ട്രിപ്പ് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സമയം കിട്ടിയില്ല. അവരെയും കൊണ്ട് അവർക്കൊരു സർപ്രൈസ്. ഞാൻ പറക്കട്ട് റിസോർട്ട് നേരത്തെ പോയിട്ടുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മൾ സ്ഥിരം വ്യൂസിനെ അറിയാം. അപ്പൊ അവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അത്യാവശ്യം ഒരു ലക്ഷറി ഹോട്ടൽ റിസോർട്ടാണത്. അപ്പൊ അവർക്ക് അവിടെ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു 3 ദിവസം നമ്മളൊന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രൊമോഷനായിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. നമുക്ക് എല്ലാം ഉള്ളപ്പോഴേ നമുക്ക് എല്ലാ ആൾക്കാരെയും കൊണ്ടുപോകും. നാളെ ഇനി ഞാൻ എന്താവുമെന്നും എനിക്കറിയത്തില്ല. നാളെ ചിലപ്പോൾ 0 പോയാലും ഇവരുടെയൊക്കെ ഉള്ള നല്ല മൊമെന്റ്സ് അത് ഇവിടെ തന്നെ കാണും. ഞാൻ അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പം എനിക്ക് എല്ലാവരെയും കൊണ്ടുപോകണം. നമ്മളെ കൂടെ ഉള്ളവരെയും നമ്മളെ കൂടെ നിൽക്കുന്നവരെ എല്ലാവരെയും കൊണ്ടുപോകണം. എനിക്ക് ഒറ്റയ്ക്കൊന്നും നേരത്തെ നമ്മളെല്ലാവരും ഒരുമിച്ച്. അനീഷിന് വരാൻ പറ്റിയില്ല. അനീഷ് അവന്റെ വൈഫുമായിട്ട് ഇതുവരെ പോയിട്ടില്ല പറക്കട്ടെ. അപ്പൊ അവര് അല്ലാതെ നമ്മള് പോകുന്നത് 2-ാം തീയതി, അവൻ പോകുന്നത് 8-ാം തീയതി. അവരും അവന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഒരു 2 ദിവസം പോയി ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാം ഗൈസ്. ഇന്ന് രാത്രി നമ്മൾ കസിൻസ് വരും. കസിൻസ് ഒക്കെ സാധാരണ ഉള്ള സമയത്ത് നമ്മൾ ഒരുമിച്ച് കിടക്കുന്ന കഥയൊക്കെ അടിച്ചിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഒരുമിച്ച് കിടന്ന് പറയും. നാളെ രാവിലെ നമ്മൾ ട്രിപ്പ് തിരിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ അത്യാവശ്യം ഇച്ചിരി ഒന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ആരോമലും ബിജോയ് ആകാശും ബിജോയുടെ കാറിൽ അവര് ഇറങ്ങി കേട്ടോ. അപ്പൊ ഇത് എന്റെ കസിൻസ് അനു, ജിത്തു. അപ്പൊ ഇവരൊക്കെ ആയിട്ടാണ് ഞാൻ പണ്ട് ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത്. 2017 നമ്മൾ ലാസ്റ്റ് പോയത്. എന്റെ കിഡ് ഇറങ്ങിയ സമയത്തല്ലേ, വാഗമൺ. അപ്പൊ ഇന്ന് നമ്മൾ മൂന്നാർ പോവാണ്. അപ്പൊ അവിടുത്തെ റിസോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും. ഞങ്ങൾ ഇന്നേ വരെ പോവാത്തൊരു തരം റിസോർട്ടായിരിക്കും. ഓക്കെ, സർപ്രൈസ്. അപ്പൊ ആരോമലും ബിജോയ് ഇതുവരെ നമ്മളോട് വന്നിട്ടില്ല. അപ്പൊ അവന്മാർക്കും ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് ഗൈസ്. പോയിട്ട് ടാറ്റ. വിഷമിച്ചിരിക്കണം കേട്ടോ. നമ്മളെവിടെ പോണെന്ന് മനസ്സിലായി. ടാറ്റാ ടോക്കി ടാറ്റോ. നമ്മളെങ്ങോട്ടാണ് വിജയ് പോകുന്നത്? മൂന്നാറിലേക്ക്. എങ്ങോട്ടാണ്? പറക്കാട്ടിലോട്ടാണ് ഗൈസ് നമ്മൾ പോണത്. അതെ ഗൈസ്. ഗൈസ് നമ്മള് രാവിലെ 3:30 ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വേറൊന്നുമല്ല, നമ്മളിതാ ഇതില് ഓടി എത്തുമ്പോ കുറച്ച് താമസിക്കും. ലെംബോർഗിനി ഉറുസാണ് വണ്ടി, അതുകൊണ്ട് കുറച്ച് താമസിക്കും. അവര് ലേറ്റ് ആയിട്ട് ഇറങ്ങിയാലും പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റും. പക്ഷെ നമ്മള് പയ്യ എല്ലാം ഇങ്ങനെ ആസ്വദിച്ചാണ് വന്നത്. ഇപ്പം സമയം ഏകദേശം 9:42 ഇത് എവിടെയുള്ള സ്ഥലം? ഇത് ചീയപ്പാറ വാട്ടർഫോൾസ്. നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. കമോൺ. ഗൈസ്, നമുക്ക് ബിജോയ്ക്ക് ഒരു ചലഞ്ച് എടുക്കാം. ബിജോയ്, നീ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ചാടിയ 10,000 ചാടി ചത്തതിന് ശേഷം 10,000 അതിന്റെ എനിക്കൊരു ഉപയോഗം. ഇതിന്റെ താഴെ എന്തിനാണെന്ന് നമ്മൾ മാറ്റാൻ പോയത്. ഗൈസ്, അങ്ങനെ ഇവിടത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഒരു അതിന്റെ ഇടയിൽ വെയിൽ കൊണ്ടെന്ന് പറഞ്ഞ സൺസ്ക്രീം എടുത്ത് ഇതാക്കണേ. എന്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് താടാന്ന് പറഞ്ഞ് വരും ഗൈസ്. അതുകൊണ്ട് ഞാൻ കൊടുക്കൂല. തരൂല്ലേ, പാകം കിട്ടേ. എങ്ങനെ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം? 1 2 കാക്ക അപ്പിട്ടതാ ഗൈസ്. ഇത് 5 6 എത്ര വാങ്ങാന്നറിയാം. എവനെന്ന് അറിയണ്ട കൈ. സൺസ്ക്രീൻ വന്നില്ല, അതിനെ നമുക്ക് പരാതി പറയാം പോലീസ് സ്റ്റേഷനിൽ. മൂന്നാർ പോലീസ് സ്റ്റേഷൻ. ഇത് പേരന്റ് കണ്ണു നോക്കിയായിരിക്കും. സച്ചിജാ
ഇയാടെ വരട്ടെ ഗൈസ്. എന്റെ അണ്ണ ഇല്ലാതെ എന്റെ അണ്ണൻ വരട്ടെ. ഇവനെ തീർക്കുമല്ലേ മുട്ടായി ഗൈസ്. മിനറൽസ് വേണോ? കംപ്ലീറ്റ് മിനറൽസ് ഉണ്ട്. വാ വാ. ഈ സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. വേറെ ഒന്നുമല്ല, ധൈര്യമായിട്ട് ഓടിക്കാം. കംപ്ലീറ്റ് മിനറൽസാ. അതാണ് ഉദ്ദേശിച്ചത്. ദുൽഖർ സൽമാൻ നോക്കിയാണ്. ഇതിപ്പോ ആ സൽമാനാ പോടാ. 5 മിനിറ്റ് മുമ്പ് ഒരു കുരങ്ങൻ വന്ന് പെടുത്തിട്ടേ ഉള്ളൂ. കേരള വണ്ടിക്ക് വെള്ളം കുടിക്കുകയും ചെയ്ത് ഗൈസ്. മിനറൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുടിച്ചില്ല ഗൈസ്. നമുക്കപ്പം അങ്ങോട്ട് പോവാം. ഇല്ലെങ്കിൽ അവ ഇനി ഇവിടെ നിന്ന് പണി ഉണ്ടാക്കി തരും. വണ്ടി എടുക്കൂ. സോ ഗൈസ്, നമ്മൾ റിസോർട്ടിലോട്ട് പോണ വഴിക്ക് തേയിലത്തോട്ടം കണ്ട. അങ്ങനെ ഇവിടെ നിർത്തി. ഇനി ഒരു 650 മീറ്റർ എന്തേ ഉള്ളൂ റിസോർട്ടിലേക്ക്. ഞാൻ പിന്നെ തേയിലത്തോട്ടം ഒന്നും കാണാത്തതുകൊണ്ട് കാണിച്ചു കൊടുക്കാന്ന് വെച്ചു. പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറയാൻ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. കണ്ണ് നിറയെ കാണ്. ഫോട്ടോ എടുത്തു ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. 2 വർഷത്തിന് മുമ്പേ വന്നിട്ടുണ്ട് ഗൈസ്. മൂന്നാർ 2 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ഇല്ല വന്നിട്ടുണ്ട് ഗൈസ്. സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. 2-3 വർഷമായി വന്നിട്ടുണ്ട് വീട്ടുകാരായിട്ട്. ഞാൻ നിങ്ങളെ കൂടെ തന്നെ എനിക്ക് വേറൊരു കാര്യമുണ്ട് ഗൈസ്. ഞാൻ പറക്കാട്ട് റിസോർട്ടിൽ ആദ്യമായിട്ടാണ് പോണത്. ഇവര് മുമ്പ് പോയപ്പോഴും ഒരു പ്രാവശ്യം ഞാൻ ആക്സിഡന്റ് ആയി കിടക്കായിരുന്നു. ഒരു പ്രാവശ്യം എനിക്ക് +2 എക്സാം ആയിരുന്നു. 2 സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും +2 കഴിഞ്ഞ് ഒരു 2 വർഷം ആവാറായി. എന്നാലും നമുക്ക് പോവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാനും എന്താ തിരക്കിലൊക്കെ ആയിരുന്നു. അവന് ഒരു തിരക്കും ഇല്ല. സ്കൂളിലും പോകാനില്ല, പഠിക്കാനും ഇല്ല. പിന്നെ എന്തൊരു തിരക്ക് അവനൊക്കെ. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മൾ കയറുന്ന വിചാരിച്ച് ചൂടായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഒട്ടും മഞ്ഞില്ലാന്ന്. പക്ഷെ എന്ന് പറഞ്ഞാൽ കോട ഇല്ലാതെ കിടക്കരുന്നാണ് വിചാരിച്ച. കയറി വന്നപ്പം തണുത്ത കാറ്റുണ്ട്, വൈബുണ്ട്, മാലയൊക്കെ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അവിടെ നിന്ന് സജിച്ചേണ്ട കാറ് വരുന്നത് ചിലപ്പോ കാണാൻ പറ്റും. ആ പുള്ളിക്കാരൻ വരെയാണെങ്കിൽ കാറാണ് പറഞ്ഞ, ഹെലികോപ്റ്റർ അല്ല കാണാൻ. സോ ഗൈസ്, ഇനി നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോവാം. വാങ്ങിച്ചിട്ട് പോ. ആ സുന്ദരനായി. വിജയ് വാ. ഫൈനലി നമ്മളെത്തി. കണ്ടുമുട്ടി നിങ്ങളെ. ഹായ്. താങ്ക് യു ചേച്ചി. ഞാനുണ്ട്. ഇതല്ലേ ഉള്ളു, ഇനി ബാക്കി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. മച്ചാനെ എങ്ങനെയുണ്ട്? മച്ചാനെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊക്കെ വെരി നൈസ് ആയിരുന്നു. നിങ്ങൾ നേരത്തെ അങ്ങ് പോയല്ലോടാ. നമ്മള് പിന്നെ ലംബോഗിനി ആയതുകൊണ്ട് കത്തിച്ചു. എല്ലാം എത്തൂലടാ, എത്തിയില്ല. നീ നടന്ന് ഞാൻ അവിടുന്ന് ഒരു ഉറക്കമില്ലാതെ ഞാൻ ഓടിച്ചിങ്ങി എത്തി. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയെന്ന് അറിയാമോ? നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയാ പറയടാ. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങി? 3:30 ഇറങ്ങിയാ? ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ 4 മണിക്ക് ഇറങ്ങാൻ 4:30 5 മണിയായി. ഓക്കെ, ഈ കൂട്ടത്തിൽ ഒരാൾ ഉറങ്ങിയിട്ടില്ല. ഈ രണ്ടുപേരും ആരെന്ന് പറയുമ്പോ ഒരാളല്ലേ ഉറങ്ങാത്ത? നീ ഉറങ്ങിയില്ലേ? ആരും ഒരാൾ ഉറങ്ങിയില്ല ഇന്നലെ രാത്രി. ആരായിരിക്കും? ഞാനും വിജയ് ഉറങ്ങിയില്ല. ഉറങ്ങിയില്ല. നമ്മള് പണ്ട് സ്കൂളിൽ ട്രിപ്പ് ഒക്കെ പോണ സെറ്റപ്പ് ഇല്ലേ, ഉറങ്ങാതിരിക്കൂല. ആ ഒരു ക്യൂരിയോസിറ്റി ഇല്ലായിരുന്നു. അപ്പൊ ഉറങ്ങിയില്ല. ഞാനും ഉറങ്ങിയില്ല. ഞാൻ വണ്ടി ഓട്ടിക്കാനുള്ള ക്യൂരിയോസിറ്റി എങ്ങനെയുണ്ട് റിസോർട്ട്? ഇപ്പൊ എൻട്രൻസിൽ വിലക്ക് വാങ്ങിച്ചാലോ എന്നൊരു ആലോചന. അത് ഒടിക്കല്ലോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന. അപ്പൊ നിനക്ക് 2 ദിവസം ഉണ്ട് ഇവിടെ. മാക്സിമം എൻജോയ് ചെയ്തു. ഇനി നമ്മളെ ടൂർ കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുവന്നില്ല എന്ന് മാത്രം പറയല്ലേ. ഞാൻ പറയില്ല, അല്ല, സംഭവം എന്ന് വെച്ചാൽ പണ്ട് നമ്മളെ വരാനായിട്ട് കാറില്ലായിരുന്നു. അതാണ് മെയിൻ ആയിട്ട് ഇവരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. കാരണം മെയിൻ ആയിട്ട് നമുക്കൊരു ചെറിയൊരു കാർ ഉണ്ടായിരുന്നു. അതിന്റെ അകത്താണ് എല്ലാവരും കുത്തി നിറച്ച് തന്നോണ്ടിരുന്നത്. പിന്നെ ക്ലാസ് പിന്നെ ഫ്രീ. പിന്നെ ബിജോയ് കാർ എടുത്തു. അപ്പൊ വരാനുള്ള സാഹചര്യം ഉണ്ട്. സോ നമ്മൾ നേരെ കൊണ്ടുവന്നു. ഇനി എക്സ്പ്ലോർ ചെയ്തു. ഈ പുള്ളിക്കാരി ഇപ്പോഴും പഠിക്കണേ ഉള്ളൂ. ഓടാ പരീക്ഷ MBBS ആണോ? ബയോളജിയാണോ? ബയോളജിയാണോ? അപ്പൊ 2 പിള്ളേര്. ഓടാ, എന്റെ വിറ്റടിക്കണ്ടാ. എന്റെ വിറ്റടിച്ചോ. നിങ്ങളെ കണ്ടല്ലേട്ടാ നമ്മളൊന്നും പഠിക്കണ്ട. നല്ലത് മാത്രം പഠിച്ചാൽ. അപ്പൊ നമ്മള് റൂം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ വന്നതില് എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു റൂം ഇവിടെ കിട്ടിയിട്ടില്ല കേട്ടോ. ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. എനിക്ക് എന്തായാലും ഇങ്ങനെ റൂം ഇവിടെ കിട്ടിയിട്ടില്ല. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ്. ഇതുവരെ ഇവിടെ ബാത്റൂം ഉണ്ട്. പ്രൈവറ്റ് പൂൾ
പ്രൈവറ്റ് പൂൾ. അല്ല ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ എനിക്ക് ഇവിടെ ഇങ്ങനെ റൂം കിട്ടുന്നത്. കൊള്ളാം, ഇത് സെറ്റ് അല്ലേ? നീ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു ഇൻസൈഡ് പൂൾ സെറ്റ് ചെയ്യാൻ പോകുന്നു. എന്താടാ ഇത് ആദ്യം ഒരു കട്ടിലിട്ട് ആ വീട്ടിൽ ഇത് പറഞ്ഞ പണിയെന്ന് പറഞ്ഞ ഈ പുള്ളി എന്താ പറഞ്ഞടാ? ആകെ 3 സെന്റ് സ്ഥലം ഉണ്ട്. അതിൽ 2.5 സെന്റ് വീടും വയ്ക്കും, 1/2 സെന്റ് പട്ടിക്കൂടും വയ്ക്കും. പിന്നെ ഇല്ലാണ്ട് അവൻ പൂള് കെട്ടാൻ പോണത്. ആ പട്ടി കയറ്റി അവനെ പിടിച്ച് കിടത്തണം. 2 ബാത്റൂമാ. അടി ഉണ്ടാക്കല്ലേ, അടി ഉണ്ടാക്കല്ലേ തമ്മില്. ഇത് ബാത്റൂം അല്ല, ഇത് കുളിമുറി, ശൗചാലയം. ഇത് ശൗചാലയം. രണ്ടും ഒരു റൂമല്ലേ? ഇതിന്റെ അപ്പുറത്തൂടെ എൻട്രി, ഇപ്പുറത്തൂടെ എൻട്രി. പ്രീമിയർ റൂമാ. നീ എന്തൊക്കെയാ വന്നേ? ഇത് ഒരേ സൈഡാ. എതൊക്കെ വന്നേ? അഭിഷേക് പറക്കാട്ട് കൊള്ള കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ് ഞാൻ ഇവിടെ മൂന്നാറിൽ ഇതാണെങ്കിൽ ഒരു പ്ലോട്ട് എടുത്ത് ഇതാണെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട്. അത് പിന്നെ അടുത്ത് പറയാൻ സീക്രട്ട് ആയിട്ട് വച്ചൊക്കെയായിരുന്നു. ഇറങ്ങി പോടാ റൂമിൽ നിന്ന് വെളിയില്. സെറ്റ് ചെയ്യും ഗൈസ്. നിങ്ങളൊന്ന് വായിക്കോ. നമുക്ക് ആരെയും സഹായമില്ല. നമ്മൾ മൂന്നാറൊന്നും സ്റ്റേ ചെയ്യും. വാഗ്ദാനം മാത്രമേ ഉള്ളൂ. വാഗ്ദാനം ക്യാഷ് എടുത്ത് നിങ്ങളെ ഞാൻ റൂഫ് ടോപ്പിൽ കിടത്തി ഉറങ്ങി ഞാൻ കാണോ. വീടില്ലല്ലേ കിടന്നുറങ്ങ. നിന്റെ റൂഫ് ടോപ്പിൽ വന്ന് കിടന്നല്ലേ എന്റെ ഫണ്ണൊക്കെ തൊലി. നീയൊക്കെ ടൂർ വന്നതാണ്, അല്ലാതാ അടി ഉണ്ടാക്കാനാണ് വീട്ടിൽ ഇരുന്ന് അടി ഉണ്ടാക്കിയത്. ഡേ ഇവിടെ ഫോണുണ്ട്, വിളിച്ച് പറഞ്ഞാൽ ഫുഡ് കിട്ടും പറഞ്ഞ് എപ്പോഴും വിളിക്കലും. ഇത് പോണേ റിമോട്ട് ആട്ടെ. അല്ല അത് അങ്ങനെ റിമോട്ട്. നമ്മള് 2017 ലാസ്റ്റ് ഒരു ട്രിപ്പ് എന്റെ കിഡ് ഇറങ്ങിയ സമയത്ത് നമ്മൾ പോയത്. അന്ന് നമ്മൾ പൈസ പിരിച്ച് എല്ലാരും പൈസ പിരിച്ചാണ് നമ്മൾ പോയത്. അന്ന് കഴിഞ്ഞ് 8ാമത്തെ വർഷം നമ്മൾ ട്രിപ്പ് വന്നത് ഗ്രാൻഡ്. യെസ് അല്ലേ? പറ ഈ പുള്ളി ഈ ശരീരത്തെ അതിന് നമ്മളൊന്ന് കുറച്ച് ഞാൻ റെസ്റ്റ് ചെയ്യട്ടെ ഗൈസ്. ഇവിടെ മസാജ് ഉണ്ടോ ഗൈസ്? സ്പാ ഉണ്ടോ? മസാജ്, ബോഡി മസാജ്. എനിക്കൊരു എന്റർടൈൻമെന്റ് ആവും. സോഫ ഫുഡ് കഴിക്കാൻ പോവാ. കഴിക്കുന്ന വേണ ചിക്കൻ ചെട്ടിനാട്. ചേച്ചിനാ ചെട്ടിനാട്. ചേട്ടാ ഒരു ചെട്ടിനാടേ. പുള്ളി ആറ്റിറ്റ്യൂഡ് ഇരിക്കുക. നീ അത് പുലാവ്. ആപ്പിള് പറഞ്ഞു മന്ത്രിയല്ലേ? എടാ അതാണ് കാശ്മീർ പുലാവ്. എടാ ചിക്കനുള്ള വേണ്ട വിഷയാവണ്ടേ. ചിക്കൻ കറി രാത്രി നീ തൊട്ടിയിലൊക്കെ കൊണ്ടു. തൊട്ടിയില് ചിക്കൻ കറി. ഈ തൊട്ടിക്ക് ആളറിഞ്ഞ് കളിച്ചേട്ടാ. അപ്പൊ തൊട്ടിയാണെന്ന് ആൾക്കാർ മനസ്സിലായി. നമുക്ക് ടേസ്റ്റ് കണ്ടാ ഫാമിലി മാനെ കണ്ടോ? എടാ അന്ന് വീഡിയോ കൂടെ തിരിച്ചു ഇങ്ങോട്ട് ഫാമിലി മാൻ. എന്നെ കണ്ടി ചുമ്മാ ഭാര്യക്ക് സംശയോടെ അവൻ. അതാണ് 20 എല്ലാ സമയം വിളിച്ചോണ്ടിരിക്കണം. ട്രക്കിംഗ് ഇഷ്ടമാണോ? അലൻ ജോസ് പെരേരയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. നോക്കിയതാ. സ്മാൾ ട്രക്കിംഗ് ആയിരുന്നു. അലൻ ജോസ് പെരേരയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം. ലക്കിയസ്റ്റ് മാൻ ഇൻ ദി വേൾഡ്. പൊട്ടി താഴെ എല്ലാം പോകണമെങ്കിൽ പെട്ടിയില്ല. മര്യാദക്ക് ഇവിടെ എല്ലാം ഇറങ്ങി. നീ അറിയൊരു പ്രശ്നം വരണ്ട. ഹലോ ചാറ്റ പറഞ്ഞു. പോയിട്ട് അവസാനത്തെ പോക്കാവുണ്ട്. ബൈ ടാറ്റാ. തിരിച്ചാ സാധനത്തിന് എടുക്കരുത്. ആ വഴി അതങ്ങ് പോട്ടെ. ആ വഴി അങ്ങ് പോകണം. ഈ സാധനം തിരിച്ചു വരരുത് ഇനി കേട്ടല്ലോ. ഇനി തിരിച്ചു വരികയല്ലേ ഈ സാധനത്തിന്. അവിടെ അതിലേ അങ്ങ് പോട്ടെ. തിരിച്ചു വരൂല. സ്റ്റക്കായി അവിടെ ഇരുന്നോ. ലോട്ടറി കച്ചവടമായിരുന്നു കേട്ടോ പണ്ട്. ഒരു കൊച്ചിന് തന്തേണി വരണത് ഈ സൈക്കിളും കയറി ചവിട്ടിക്കൊണ്ട് വരണത്. ഒരു 1.5 മാസം 2 മാസം കൂടെ കഴിഞ്ഞ തന്തേണി ഈ സാധനം. കണ്ണാടി വെച്ചോ. കണ്ണാടി ആകുമ്പോ ധൈര്യം. കണ്ണാടി ഒരു പോയി അങ്ങനെ വായിരിക്കണ പള്ളി ഞാൻ കേൾക്കേണ്ടി വരും. പോണോ ഞാൻ? പോയിട്ടോ ചേട്ടാ ഈ ഫോണും കുറെ നാളുകൊണ്ട് പോണോന്നൊക്കെ പറയല്ലേ മുകളിലോട്ട്.
പറക്കാട് റിസോർട്ടിന്റെ ഈ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതിപ്പോ പൊട്ടി വീഴാൻ പോവാണ് ഗൈസ്. നിങ്ങളൊന്ന് അറിയോ? ധൈര്യത്തിന് ഒരു ധൈര്യം. സൈക്കിളോട്ട് അറിയാൻ പറ്റില്ല, എനിക്ക് ആക്സിഡന്റ് കൊടുക്കാനല്ലേ അറിയാമല്ലോ ബൈക്കിൽ. അയ്യോ മതിലി പിടിച്ചിട്ടാടേ. കൈവിട്ട് വരല്ലേ? കൈവിട്ടോ അലിജോസേടേ അലിജോസ് പേരെ അലിജോസ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മേലല്ലേ ഞാൻ കയറുന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലയെ ചവിട്ടി പോകുന്ന പരിപാടിയാണ്. ഈ വലയിൽ ഇവന്മാരുടെ എന്തിനടെ കാണിക്കുന്നത്? സേഫാണ് ആരോപണം സേഫാണ്. ആദ്യം കയറുമ്പോ ഗൈസ് നമുക്കൊരു പേടി വരും. ഈ മനുഷ്യൻ പിടിച്ച് കുലി കണ്ടു. ഈ പുള്ളി ഇവിടെ സേഫ് ആയിട്ട് എത്തിയാണ്. കഴപ്പിനാണ് ഇത് കയറുക. അതിന് നമ്മുടെ വലയിൽ നടത്തം എല്ലാരും കയറിയിരിക്കുകയാണ്. എല്ലാരും ഓക്കെയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നമ്മളെന്നെ ഇടയ്ക്കിടയ്ക്ക് കമ്പനി എടുത്തിട്ട് നടക്കണം. പണ്ട് മതിലിടാൻ പോണോണ്ട് ഇതൊക്കെ തിന്മയാണ്. ഇതൊക്കെ പണ്ട് മറ്റേ ആണി വെച്ച മതിലിൽ കൂടെ നടക്കണോണ്ടേ ഇതൊക്കെ ഒന്നുമില്ല. അവന് ഇതൊക്കെ കേബിൾ റൂം കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? കണ്ടാൽ പേടിക്കും. ഒരു ദിവസം 60,000 രൂപയുണ്ട്. ഓ ഇവന്റെ ആഴ്ച വരെ റേറ്റ്. ആ അത് തന്നെ. എന്നാ പോയി കാണാം. തിരിച്ച് അവനെ ബസ് കയറ്റി വിടുന്നതായിരിക്കും. എനിക്കെന്താ ഞാൻ പെൻഡേറെ കയറിക്കണ. എന്തുണ്ട് പെൻഡേറിൽ ഇപ്പൊ എടുത്താം. വലുതാലോ വെച്ച് കേറിക്കോ. കുഴപ്പമില്ല. നിനക്ക് വാങ്ങാൻ പോണൊന്നുമില്ല. എങ്ങനെയുണ്ട് ക്യാബ്? കൊള്ളാം, സൂപ്പർ. ഒരു കല്യാണം കഴിച്ചിട്ട് ഇവിടെ വരാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ട്. എന്തിന്? ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഇവിടെയാണോ മറ്റേ ഇതാണോ? അവിടെ ബാത്ടബ് ബിജാനെ കിടത്തി കുളിപ്പിക്കുക. ജഗൂസി അങ്ങനെയും പറയും. കക്കൂസ് എന്നേ കേട്ടിട്ടുള്ളൂ. നീ അല്ലെങ്കിൽ കക്കൂസ് എന്നേ. ഏട്ടാ പാറക്കെട്ടുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇന്ന് വൈബായിട്ട് ഇന്ന് കുളിക്കാം. വാ. ആരായിട്ട്? ഒറ്റയ്ക്ക്. അത്ര ആയില്ല. ഒറ്റയ്ക്ക് വൈബില്ല. ഒറ്റയ്ക്ക് 60,000 രൂപ കണ്ടപ്പോ നിനക്കൊക്കെ എന്താണോ പ്രശ്നം? അപ്പൊ ഇന്ന് സച്ചിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ 16 Pro വെള്ളത്തിൽ മുക്കണോ? സ്വിമ്മിംഗ് പൂൾ പ്രോ മാക്സ്. അപ്പം മുക്കി കാണിക്കാന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. മുക്കി കാണിക്കണം. ഇല്ലെങ്കിൽ ബെറ്റ് എന്താണ്? നിനക്ക് എന്ത് വേണം? ഇല്ലെങ്കിൽ 2,000 എനിക്ക് തിരിച്ചു തരണം. നിങ്ങൾ വെള്ളത്തിൽ മുക്കി കാണിച്ച ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു. എത്ര രൂപ? 50 രൂപ. എത്ര രൂപയ്ക്കാണ് മൂന്നാർ വന്നതെന്ന് വെച്ചാൽ? എത്ര രൂപ ഉണ്ട് മൂന്നാർ വന്ന? അങ്ങനെ ആ തുകയിലൊന്നും കാര്യമില്ല. 2,000 രൂപ. 2,000 കിട്ടും. മെനങ്ങാന്ന് കൂടി 10 രൂപയ്ക്ക് റീചാർജ് ചെയ്തവരെ വിളിച്ചു വന്നു. ഒരു ബെറ്റ് വയ്ക്കുമ്പോ പറ്റണത് നിങ്ങൾ ചെയ്യൂ. എടാ മുക്കി തരടാ. ഇല്ലെങ്കിൽ സോപ്പ് തേച്ചാ പോരെ. എനിക്ക് എന്തിന്റെ വേണ്ടിയാണ് വെള്ളത്തിൽ മുക്കിയിട്ട്? അല്ല ഒരു കാണാനുള്ള സമയം ഇപ്പൊ 6 മണി. ഇപ്പൊ നമുക്ക് ഫുൾ ടൈം ആണ്. ആരോമൽ വന്നിട്ടില്ല. പുള്ളിക്ക് വെള്ളം അലർജി ആണെന്ന് തോന്നുന്നു. അറിയത്തില്ല. കുളിക്കാറില്ല, അതുകൊണ്ടാണ്. പൂള് കാണാൻ പറഞ്ഞത്. ഓ മൈ ഗോഡ്. വെള്ളത്തിൽ പോയി ഓടിയത് ഒറ്റ ചാട്ടോ. ചാടിക്കോ. അടുത്ത ആരോമലിന്റെ സ്കിൽ, വെള്ളത്തിലെ സ്കിൽ. എത്ര നേരം വേണോ കിടക്കാനുള്ള കഴിവുണ്ട്. ഇത് നമ്മൾ സൂര്യാലക്ഷ്യത്തിൽ പോയ സ്കില്ലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഈ ഡിവൈസ് എന്ന് പറയുന്നത് 16 Pro Max ആണ്. അണ്ടർ വാട്ടർ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ നീന്തി പോകുന്ന സാധനം. വെയിൽ പോയി ഗൈസ്. അപ്പോൾ അത് തന്നെ ഒരു അശഗ്നമാണ്. വെയിൽ വന്നിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുകാൻ വേണ്ടി പോകണം.
ആരോമൽ വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു വീഡിയോ. സോ ഗൈസ്, ഇന്നലെ പൂളിലൊക്കെ പോയി എല്ലാരും നല്ല ക്ഷീണത്തിൽ പോയി കിടന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഇന്നലത്തെ വ്ളോഗിന്റെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ കഴിച്ച് വ്യൂ കാണാൻ വേണ്ടി കഴിച്ച് വന്ന് ഗൈസ്. ജീവിതത്തിൽ നല്ല ഗൈസ് ഇവിടെ 9 മണി വരെ ആഹാരമേ ഉള്ളൂ രാവിലത്തെ കൊണ്ട്. അതുകൊണ്ടാണ് ഈ മായ കഴിച്ച് നേരെ നിൽക്കുന്നത്. അത് വേറെ കാര്യം. പിന്നെ ഇത് വ്യൂ കാണണം. വ്യൂ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ 8:30 മണിക്കൊക്കെ കഴിക്കുന്നത്. അല്ലടാ, ഞാനും 8-8:15 കഴിക്കണത് ഇപ്പൊ സ്വാഭാവികമാണ്. അങ്ങനെ നമ്മൾ ഇനി നേരെ സജ്ജയുടെ പല്ലി വെച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. സജ്ജനെയും പോയി വിളിച്ച് നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ന് ഷൂട്ടുണ്ട് ഗൈസ്. ഇന്ന് കുറെ വീഡിയോ ഒക്കെ എടുക്കാണ്ട്, കുറെ വീഡിയോസ് എടുക്കാണ്ട്. മഹാൻ പല്ല് തേക്കിയോന്നൊക്കെ പറയണേ. ഇവിടെയൊക്കെ വന്നോണ്ട് പല്ല് കഴിക്കണം. ഇല്ല ഈ വീട്ടിലായിരുന്നു ഉമ്മിക്കിരിയും തേച്ചോണ്ട് നടക്കുന്ന മനുഷ്യനാണ് അങ്ങേരി. നമുക്ക് സജ്ജനെ വിളിക്കാം. ഇത് ഇവനെ വ്ളോഗിൽ സജ്ജനെ കാണിച്ചു കൊടുക്കണേ. ഇവ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ബാ അടുത്ത സെറ്റ് വേണം എടുക്കുക. നമ്മളിവിടെ കണ്ടന്റ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പം ഗൈസ്, ഇവിടെ നമ്മളെ ഇവിടുത്തെ ചെരുപ്പ് അടിച്ചോണ്ട് പോയി ഗൈസ്. ചെരുപ്പ് പോയി ആകാശിന്റെ പോയി. ഇവന്റെ ചെരുപ്പ് ക്രോക്സ് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റാ പോയത്. കുഴപ്പമില്ല. എന്റെ ഭാഷ മനസ്സിലാണ്. അച്ഛന്മാരെ കണ്ടാ മനസ്സിലാവും. കടിച്ചെടുക്കണ ഒരു കുരങ്ങ കണ്ട 3 പേരും കൂടി ഗ്യാങ് ബാഗ്. ഒരു കുരങ്ങിന് മാലില്ലാട്ടെ. ആ കശം ചോറിന കുരങ്ങിന് കരിപ്പ് കേട്ടാ. കൊള്ളാല്ലേ ക്ലൈമറ്റ്? മഴയും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്താണ് മഴ. ഒരാഴ്ച കിടില മഴ. അപ്പൊ നമ്മൾ വെച്ച് വരാൻ പറ്റൂല, എമ്മാർക്കൊന്നും ഭാഗ്യമില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വന്ന വഴിക്കൊന്നും ഒരു പ്രശ്നമില്ല. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് മഴയില്ലായിരുന്നു. പിന്നെ വന്ന വഴിക്കൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പൊ മൂന്നാർ ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ്. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ എത്തി. തിരിച്ച് നമ്മൾ സേഫായിട്ട് അവിടെ എത്തി വീട്. അല്ല എനിക്ക് സത്യം പറഞ്ഞ പറക്കാട്ടിലെ മെത്തേനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഹ്യൂമൻ പില്ലോ, ഹ്യൂമൻ പില്ലോ. സൂപ്പർ വൈബാണ് ഗൈസ്. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് സൂപ്പർ ഫുഡ്. അല്ല ഇനി വീട്ടിൽ പോയിട്ട് കഴിയത്തിരി മടി. ചോറും കറിയും പിന്നെ ഇറങ്ങൂല. ഇവനിപ്പൊ ബ്രെഡ് ടോസ്റ്റും സാൻഡ്വിച്ചും. എവനാണ് ഉച്ചക്ക് ചിക്കൻ കറി ഇല്ലാതെ ചോറിറങ്ങൂലെന്ന് പറയണവനാണ്. ഇന്നലെ പുള്ളിക്ക് അബദ്ധം പറ്റുന്നത് കാശ്മീർ പ്ലാവ്. വെറൈറ്റി ആയിരിക്കും ചിക്കൻ കാണുന്ന വെച്ചാൽ അതില് മറ്റേ മുഖം പോയ പോക്ക് കാണുമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ചേർക്കാൻ ബട്ടർ ചിക്കൻ തന്ന് എന്നെ സെറ്റ് ആക്കി. കൊള്ളാം. നൈസാണ്. നീ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ട്രിപ്പ് പോകണം? ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആണോ? ട്രിപ്പ് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ നമ്മളെ വീടിന്റെ അവിടെ താഴെ കുളത്തില് അതൊക്കെയാണ് ട്രിപ്പ്. അപ്പുറത്ത് വണ്ടറില്ല. പുള്ളി നല്ല നീന്തൽ വിദഗ്ധനാണ് കേട്ടോ. പൊങ്ങിയ കഴിവൊക്കെ ഉണ്ട്, കുറെ സ്കില്ല്. ആ വീടിന്റെ അവിടെ ഒരു കുളം ഉണ്ട് ഗൈസ്. അവിടെ 24 മണിക്കൂർ കുളം തന്നെ. ഗായ്സ്, നിങ്ങൾക്ക് മഴവില് കാണാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ യു ആർ സോ ലക്കി. സോ ഗൈസ്, നമ്മള് എല്ലാരുടെ അടുത്തും പോയി ചോദിക്കാൻ വേണ്ടി മഴവില്ല് എന്തുകൊണ്ട് ഇത്രയും കളറിൽ വരണമെന്ന്. സജ്ജേട്ടാ, എന്തുകൊണ്ടായിരിക്കും ഈ മഴവില്ല് ഇത്രയും കളറിൽ വരുന്നത്? എത്ര കളർ ഉണ്ടെന്ന് അറിയാമോ മഴവില്ലില്? 7 കളർ. അത് നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ളതുകൊണ്ട് അതറിയാം. എങ്ങനെയാണ് ഈ മഴവില്ല് വരുന്നത്? പ്രകാശത്തിന്റെ എന്തോ പരിപാടിയാണ്. അപ്പൊ നമുക്ക് ഇത്രയും വിവരം കൂടി ആരോമലിന്റെ അടുത്ത് വയ്ക്കാം. എന്ത് പറയുന്നു? എന്തായിരിക്കും മഴവില്ല് എങ്ങനെ പറഞ്ഞത്? കളർ ലൈറ്റില് കണ്ണാടി വേണ്ടാ. നീലയും മഞ്ഞയും ചുവപ്പും ഉണ്ട്. എത്ര കളറുണ്ട് മഴവില്ല്? എത്ര കളറുണ്ട്? എനിക്കങ്ങനെ അറിയാം. ഇത് എന്തുകൊണ്ടാണ്? അത് ആരാണ് കളർ ലൈറ്റ് അടിക്കുന്നത്? കൗള സോസ്. എന്റെ മാമന്മാര് ഇവനോട് ചോദിച്ചിട്ട് ഒരു ഉപയോഗമില്ല. നമുക്ക് അടുത്ത ആളായിട്ട് പോവാം. അനുചാട്ടാ, മഴവില്ല് എന്തുകൊണ്ടാണ് ഇത്രയും കളറിൽ വരണത്? മഴവില്ല് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? നീ ട്യൂഷൻ ക്ലാസ് എടുക്കാവുന്നതാണോ? കറക്റ്റായിട്ട് എനിക്കറിയില്ല, പക്ഷെ മഴവില്ലിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമില്ല. അപ്പൊ വാ, നമുക്ക് അടുത്ത് നമ്മളെ കൂടെ ഇനി ഒരാളും കൂടെ ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. സോ ജിത്തു ചേട്ടൻ, എങ്ങനെയാണ് മഴവില്ല് ഫോം ആവണത്? തണുപ്പ് കാലാവസ്ഥയാണ്.
തണുപ്പ് കാലാവസ്ഥ മഴവില് ഫോം ചെയ്യോ? ഇപ്പൊ ഗൂഗിൾ നോക്കി പിടിച്ചു. മുട്ടാറായി വരുമ്പോ വരും. ഇത് മഴ കഴിഞ്ഞിട്ടാണ് വന്ന. അതിന് തണുപ്പ്. ഇങ്ങേരിക്കും അറിഞ്ഞൂടാ ഇങ്ങേരിക്കും അറിഞ്ഞൂടാ. ഇതിപ്പോ മൂന്നാറാണ് ഇവിടെ മറ്റേ പോണ്ടിയിലെ സാധനം മാച്ച് അടിച്ചത് പോയി. കോളിഫ്ലവർ അടിച്ചത്. കോളിഫ്ലവർ മാറ്റി തോർത്തില്ലേ ഒന്നീ പോണ്ടി പോകാൻ പറ്റും. ഇല്ലേ കുളിച്ച തോർത്തെടുത്ത് മൂക്കി മണപ്പിച്ച് എന്നെ നിങ്ങൾ നേരത്തെ മഴവില് ഫോമാവുന്ന എങ്ങനെയാന്ന് വെച്ചാ യൂട്യൂബ് സെർച്ച് ചെയ്യാം. അല്ല നമുക്ക് അറിഞ്ഞൂടാ. നമ്മള് അന്നത്തെ പോയി ഒരുപാട് നാൾക്ക് ശേഷം കസിൻസ് നമ്മൾ ഒരു ബെഡിൽ പൊളിക്കും. പണ്ടൊക്കെ രാത്രിയൊക്കെ ആകുമ്പോ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കിടന്നിട്ടേ രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ ഇവനെ കള്ളക്കഥകൾ പറയും. പ്രായത്തിന്റെ ഒക്കെ ചങ്ങലമാടന്റെ ഒക്കെ കള്ളക്കഥകള് ഇല്ല നമ്മളൊരിക്കലും പറയാം. നീ അപ്പോ തള്ളു ഇവന്റെ തള്ളു കഥയായിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയിട്ടുണ്ട്. പണ്ട് നമ്മളിതൊക്കെ തന്നെ രാത്രി കസിൻസിനോട് കിടക്കുമ്പോ അറിയാലോ എന്തിനൊക്കെ കഥകൾ അടിച്ചു വിടുമെന്ന്. അങ്ങനെ കുറെ തള്ളും വിശ്വസിക്കുമാര്. സത്യം പറഞ്ഞു ഇവനൊന്നും കഥ പറയാനുള്ള സമയമില്ല. ആ സമയത്ത് ഈ സൊള്ളലും കാര്യങ്ങളൊക്കെ. സൊള്ളല്ലേ ഞാൻ ഉറങ്ങി പോവില്ലേ പണ്ട് 8 മണിയാകുമ്പോഴേ. 8 മണി 7:30 ഞാൻ 7:30 പണ്ട് ഉറങ്ങി പോകും. മരോടെ മര് കഥയടിച്ച് ഇവിടെ കിടക്കും. എന്റെ കല്യാണം കഴിഞ്ഞാണ്. ഞാൻ പറഞ്ഞ് ഭാര്യയൊന്നും കൊണ്ടുവന്ന ഇവിടെ പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ ബാച്ചിലേഴ്സ് ആയിട്ടാണ് നമ്മളെല്ലാരും വന്നേ. ഞാൻ മാത്രമേ ഉള്ളൂ. ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. കല്യാണം നോക്കുന്നുണ്ട്, വധുവിനെ നോക്കുന്നുണ്ട്. അലഞ്ഞോസ് പെരീരേക്ക് ഞാൻ കിട്ടുന്നില്ല. അളിഞ്ഞോസ് താല്പര്യമുള്ളവര് പേര് അജിത്ത് ജിത്തു എന്നാണ് ഇൻസ്റ്റാഗ്രാമില്. കല്യാണം താല്പര്യമുള്ളവര് ഇല്ല, താല്പര്യമില്ല. കല്യാണം വേണ്ട. അടുത്ത ഞായറാഴ്ച ഒരു പെണ്ണ് കാണാൻ പോകേണ്ടത്. അങ്ങനെ നമ്മളെല്ലാരും കൂടി ഒരു ട്രിപ്പ് ഇങ്ങനെ വന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഒരു നൊസ്റ്റു അല്ലേ അല്ലേ. എന്നെ ട്രിപ്പ് അങ്ങനെ ഉണ്ടായിരുന്നറിയാം. നമ്മള് സത്യം പറഞ്ഞ മൂന്നാർ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് റിസോർട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പൂളിലും നമ്മുടെ ആയിട്ടുള്ള കസിൻസിന്റെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. പഴയ കാര്യങ്ങൾ ഇവന്റെ കമ്പ്യൂട്ടറിൽ നമ്മൾ പഴയ ആ സമയത്തുള്ള വീഡിയോസ് ഉണ്ടല്ലേ, ഇതും നമ്മൾ ഇതുപോലത്തെ ഒരു മെമ്മറിയാണ്. ഇനി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റ് ഫീൽ ചെയ്യും. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഉറങ്ങട്ടെ. അപ്പൊ നാളെ ഇനി നമ്മൾ തിരിച്ച് 2 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. സോ ഹാപ്പി ലൈഫിൽ അങ്ങനെ കുറച്ച് നല്ല മെമ്മറീസും കൂടി കിട്ടി. വീണ്ടും നമ്മൾ വരും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈബുള്ളൂ. ഏത് കുറച്ച് ആൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്തോ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും, മടി വരും. അപ്പൊ നേരെ ട്രിപ്പ് പോകും. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിച്ച് നേരെ പോവുക. ബിജോയ് ആരും അപ്പുറത്ത് ഉറക്കമായെന്നറിയാതെ ഇല്ല റീൽസ് കാരണം അവിടെ സൗണ്ട് കേൾക്കാം. അപ്പൊ ഇന്നത്തെ ഉള്ളൂ. ഞാൻ പോയി ഉറങ്ങിയിട്ട് നാളെ തിരിച്ചാണ് വീട്ടിൽ പോകണം ഗൈസ്. രാവിലത്തെ ക്ലൈമറ്റ് ആണ്. ഗൈസ് അപ്പോ നമ്മുടെ പറക്കട്ട് ജൂലേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. ഹേ ഗൈസ്, അപ്പോൾ നമ്മളുടെ 3 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ 3 ദിവസം നമ്മൾ റിസോർട്ടിലൊക്കെ മാക്സിമം എൻജോയ് ചെയ്തു. ഒരുപാട് വീഡിയോസ് എടുത്തു. അല്ല നമ്മൾ ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം കൊളാബ് കിട്ടുമല്ലോ റിസോർട്ടിൽ നിന്നൊക്കെ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നത്. അതിൽ ബിജു നമ്മളോട് ഒരിക്കൽ വന്നിട്ടുണ്ട്. ആരോമൽ ഫസ്റ്റ് ടൈമാണ്. ആരോമൽ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണെങ്കിലും സൂപ്പർ ആയിരുന്നു. ഇന്ത പുള്ളി എന്നെ ഹാപ്പിപ്പെടുത്തി. നല്ല വൃത്തി ഹാപ്പി ആക്കി ഹാപ്പിപ്പെടുത്തി. ബെഡിൽ കിടന്നതിനെയും കാട്ടിൽ ഏറ്റവും കൂടുതൽ കിടന്ന വെള്ളത്തിലാണ്. നീർനായ കാരണം ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ്. നല്ല തണുപ്പുണ്ട്. എപ്പോഴും പൂളി പോയി കിടക്കും. എന്ത് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയൂ എക്സ്പീരിയൻസ് പറഞ്ഞ. അടിപൊളിയായിരുന്നു. എക്സ്പ്ലോർ ചെയ്തു. വേറെ കാരണം കുറെ നാളുകൊണ്ട് പറയാളിയ നമുക്ക് പണ്ടത്തെ പോലെ ട്രിപ്പ് പോണ്ടേന്ന്. പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു ഡേറ്റ് അങ്ങ് ബുക്ക് ചെയ്തിട്ട് മരിയായിട്ട് വന്നതാണ്. കാരണം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരോട് നമ്മൾ ട്രിപ്പ് വരുമ്പോൾ സത്യം ഒന്നാമത്തെ ദിവസം പോയത് അറിഞ്ഞില്ല. പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നെസ്റ്റ് ഫീലൊക്കെ അടിച്ച് കുറെ യവന്മാരെയും താറ്റി എന്നെയും താറ്റിയൊക്കെ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചു. മൂന്നാറോട്ട് പറഞ്ഞെങ്കിൽ ജസ്റ്റ് വിസിറ്റ് പറക്കാട്ട്. വൈബാണ്. പൊള്ളിയാണ്. അത്യാവശ്യം നല്ല ക്ലൈമറ്റും ഉണ്ട്. കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.